ഏവർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. സന്തോഷം നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല, പക്ഷേ പുസ്തകം കാശ് കൊടുത്ത് വാങ്ങിക്കാം. ഇപ്രകാരം പുസ്തകം കാശ് കൊടുത്ത് വാങ്ങിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ പുസ്തകം നമ്മൾ സ്വന്തമാക്കി കഴിയുമ്പോൾ സന്തോഷവും നന്മയും സ്നേഹവുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന് ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് പറഞ്ഞത്. ഇപ്രകാരം എൻ്റെ ജീവിതത്തിൽ പേരിൻ്റെ ആകർഷണം കൊണ്ട്, അല്ലെങ്കിൽ പേരിൻ്റെ പുതുമ കൊണ്ട് എന്നെ ഒത്തിരി സ്വാധീനിച്ച പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം കാണാൻ പോകുന്നത്. മഴയുടെ വീട് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ജോസ് സുരേഷ് എഴുതിയ മഴയുടെ വീടാണ് ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത്. ഈ ബുക്ക് ഷെൽഫിലൂടെ മഴയുടെ വീട് നാം തിരഞ്ഞെടുക്കുമ്പോൾ, മഴയുടെ വീട്ടിലേക്ക് നാം കടന്നു പോകുമ്പോൾ ഒത്തിരി പുതുമകളും ഓർമ്മകളും അല്ലെങ്കിൽ കൗതുകവുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. പലപ്പോഴും ഈ ഓർമ്മകളാണ്, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള പുതുമയുള്ള ചിന്തകളാണ് ഏതൊരു വായനക്കാരൻ്റെയും ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഏതൊരു വായനക്കാരൻ്റെയും പുതിയ അനുഭവങ്ങളിലേക്ക് സ്പർശനമായൊക്കെ കടന്നു വരുന്നത്. ഇപ്രകാരമുള്ള പുതുമയുള്ള ഒരു ഏകദേശം 26 അധ്യായങ്ങളടങ്ങിയ ഒരു കൊച്ചു പുസ്തകമാണ്, ഒരു ലാവണ്യമുള്ള പുസ്തകമാണ് മഴയുടെ വീട്. ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ എഴുത്തുകാരൻ വായനയിലൂടെയാണ് താൻ എഴുത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് നമ്മെ അറിയിക്കുന്നത്. വായനയിലൂടെ മാത്രമാണ് എഴുതാൻ തനിക്ക് സാധിച്ചത് എന്ന് പ്രവേശികയിലൂടെ ജോസ് സുരേഷ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എൻ്റെ കൈമുതൽ വായനയാണ്, വായിക്കുന്നത് കൊണ്ട് ഞാൻ എഴുതി പോകുകയാണ്. വായനയുടെ പുത്തൻ മേഖലകളൊക്കെ തുറന്നു കിട്ടിയതും ഇപ്രകാരമുള്ള ലൈബ്രറികളാണ്, വായനശാലകളൊക്കെയാണ്. അങ്ങനെ എഴുത്തുകാരൻ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഏടുകളും ഈ മഴയുടെ വീട് എന്ന പുസ്തകത്തിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ ഈ പുസ്തകം മറിച്ച് ഇതിൻ്റെ അധ്യായങ്ങളിലേക്കെല്ലാം കടന്നു ചെന്നു. മഴയുടെ വീട് എന്നുള്ള ആ വാക്കാണ് ഞാൻ തപ്പിപ്പോയത്. പക്ഷേ എനിക്കത് കാണാൻ സാധിച്ചത് ഈ പുസ്തകത്തിൻ്റെ 26-ാം അധ്യായത്തിലാണ്. 26-ാം അധ്യായത്തിലാണ് മഴയുടെ വീട് എന്നുള്ള നല്ല ഓർമ്മക്കുറിപ്പ് നമുക്ക് വേണ്ടി ജോസ് സുരേഷ് കരുതി വച്ചത്. അതിലേക്ക് നമ്മൾ അവസാനം വരും. പക്ഷേ ഇതിൻ്റെ എല്ലാ ഉൾപ്പൊരുളും ദൈവം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം എന്നീ മേഖലകളിലൂടെ, ഈ ഓർമ്മകളിലൂടെ, കുറിപ്പുകളിലൂടെയൊക്കെ ജോസ് സുരേഷ് നമുക്ക് മുമ്പിൽ അതിമനോഹരമായി എഴുതി വച്ചിട്ടുണ്ട്. അത് നമ്മെപ്പോലെയുള്ള എല്ലാ സാധാരണക്കാർക്കും വായിച്ചെടുക്കാൻ അത്രമാത്രം എളുപ്പമാണ്, സാധാരണമാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയിലൂടെ തന്നെ നമുക്ക് ഇന്നത്തെ ബുക്ക് ഷെൽഫിൻ്റെ ചിന്തകൾ ആരംഭിക്കാം. ദൈവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളിലെ ആരംഭം തന്നെ 3-ാം അധ്യായത്തിലാണ്. അതിപ്രകാരമാണ് തുടങ്ങുന്നത്. നാളെ ഒരിക്കൽ ദൈവം ഈ ഭൂമിയിൽ നിന്നും മുഴുവനായി അപ്രത്യക്ഷമായേക്കാം. അതായിരിക്കും അവൻ്റെ അവസാനത്തെ വെല്ലുവിളി. ദൈവമില്ലാത്ത ഭൂമിയിൽ ദൈവത്തിനായി ജീവിക്കുക. അതിനായി ദൈവമില്ലാതെ ജീവിക്കുവാൻ നാം ശീലിക്കേണ്ടിയിരിക്കുന്നു. ഭൂമിയുടെ ശക്തിയിൽ അവനെ പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. ദൈവമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവസാന്നിധ്യം വേണം, പക്ഷേ ദൈവം അപ്രത്യക്ഷമാകുന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതുതന്നെയാണ്. ദൈവം പെട്ടെന്ന് അപ്രത്യക്ഷമായാലോ? ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കുടികൊള്ളുമെങ്കിലും ദൈവമെന്ന ആ അവസ്ഥയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അങ്ങ് മാറ്റിക്കൊണ്ടുപോകുമ്പോഴുള്ള ആ ഒരു വെല്ലുവിളി, അത് ജോസ് സുരേഷ് തത്വചിന്തയിലൂടെയും സാഹിത്യത്തിൻ്റെയും അകമ്പടിയോടെ അതിമനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നാണ് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ പോലെ തന്നെ ദേവാലയങ്ങളെക്കുറിച്ചും, അല്ലെങ്കിൽ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടങ്ങളെക്കുറിച്ചും അതിമനോഹരമായി തന്നെ ജോസ് സുരേഷ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ദേവാലയങ്ങളെ ഇപ്പോൾ ആൾക്കൂട്ടം ഭരിക്കുന്നുവെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ഒരു കണക്കിന് ശരി തന്നെയല്ലേ? നമ്മുടെ ദേവാലയങ്ങളെല്ലാം ആൾക്കൂട്ടങ്ങൾ ഭരിച്ചു തുടങ്ങിയിട്ടില്ലേ? പലപ്പോഴും ഈ തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട്, കോലാഹലങ്ങൾക്കിടയിൽപ്പെട്ട്, നമ്മുടെ പ്രദക്ഷിണങ്ങളുടെയും ബഹളങ്ങളുടെയും മറ്റ് ഭക്താനുഷ്ഠാനങ്ങളുടെയും ഒക്കെ തിരക്കിനിടയിൽപ്പെട്ട് ഈ ദൈവത്തെ നാം മറന്നുപോയിട്ടില്ലേ? അല്ലെങ്കിൽ നാം കാണേണ്ടിയിരിക്കുന്ന, കേൾക്കേണ്ടിയിരിക്കുന്ന ആ സാന്നിധ്യത്തെ നാം നഷ്ടപ്പെടുത്തിയിട്ടില്ലേ? അപ്പോൾ ഈ ദേവാലയങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നമുക്ക് മുമ്പിലും ഒരു ചോദ്യചിഹ്നമായി, വെല്ലുവിളിയായി തന്നെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദേവാലയങ്ങളെ ഇപ്പോൾ ആൾക്കൂട്ടം ഭരിക്കുന്നുവെന്ന്.
ആൾക്കൂട്ടങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾക്കാണ് കൂടുതൽ മിടുക്കുള്ളത്: കലാപത്തിനും ഉത്സവങ്ങൾക്കും. പലപ്പോഴും ഈ ഉത്സവങ്ങളായി നമ്മുടെ ജീവിതം മാറുമ്പോൾ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്സവമാക്കി മാറ്റാൻ പറ്റുന്നില്ല. ദൈവത്തിനു വേണ്ടിയുള്ള ഉത്സവങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഉത്സവമാക്കി നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. ആ ഒരു ആത്മീയതയിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലാണ് മഴയുടെ വീടിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നാം വായിച്ചെടുക്കുന്നത്. ഒത്തിരി പരന്ന വായനയുള്ള എഴുത്തുശൈലിയാണ് ജോസ് സുരേഷിൻ്റേത്. കാരണം അദ്ദേഹം ആദ്യം കുറിക്കുന്നത് അതുതന്നെയാണ്: വായനയിലൂടെയാണ് ഞാൻ എഴുത്തിലേക്ക് വന്നതെന്ന്. ഇപ്രകാരമുള്ള ഈ വായന തന്നെ, വായനയുടെ പരന്ന ലോകം അദ്ദേഹത്തിൻ്റെ എല്ലാ അധ്യായങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. നീഷയും കാമുവും മറ്റു പല എഴുത്തുകാരുമൊക്കെ എഴുത്തുകാരൻ്റെ ഉദാഹരണങ്ങളായി, അനുഭവങ്ങളായൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ വായനയ്ക്ക് അത് കൂടുതൽ ശക്തി പകരുകയാണ്, കൂടുതൽ ആഴം തരികയാണ്. ഇപ്രകാരം സന്തോഷത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചുമൊക്കെ തത്വചിന്തയുടെ, സാഹിത്യത്തിൻ്റെ അകമ്പടിയോടെ ജോസ് സുരേഷ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ആ വിഷയങ്ങളെല്ലാം പുതുമയുള്ളതായി മാറുകയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രഷ് അനുഭവം നമുക്ക് നൽകുകയാണ്. സന്തോഷത്തെക്കുറിച്ചും സമാധാനത്തിൻ്റെയും ആ ചിന്തകൾ ഇങ്ങനെയാണ്: സന്തോഷം നമ്മുടെ ദുഃഖത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് എന്നാണ് പറയുന്നത്. സന്തോഷം നമ്മുടെ ദുഃഖത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവാണ് പലപ്പോഴും ഇല്ലാതെ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം, അല്ലെങ്കിൽ ഈ ഒരു ചിന്ത എന്നെ ഒത്തിരി പ്രചോദിപ്പിച്ചു. കാമുവിൻ്റെ അഭിപ്രായത്തെ അദ്ദേഹം അടിവരയിടുന്നത് ഇപ്രകാരമാണ്: സന്തോഷം നമ്മുടെ ദുഃഖത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകളാണ്. ദുഃഖത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തിയുള്ള സന്തോഷമായി നിൽക്കുന്നത്, ഏറ്റവും മനോഹരമായ സന്തോഷമായി നിൽക്കുന്നത്. ഈ തിരിച്ചറിവാണ് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നത്. എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്, ഈ അവസ്ഥയിൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും വിദ്യാലയങ്ങളിലും ആത്മബന്ധങ്ങളിലുമെല്ലാം ഈ തിരിച്ചറിവ്, ഈ ദുഃഖത്തിൻ്റെ കണിക നമുക്ക് നഷ്ടമാകുമ്പോൾ സന്തോഷത്തിൻ്റെ അളവിനെ നമുക്ക് അളക്കാൻ പറ്റുന്നില്ല. ആ തിരിച്ചറിവിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് മഴയുടെ വീട് എന്നുള്ള ഈ പുസ്തകം. മഴയുടെ വീട്ടിലേക്ക് വീണ്ടും ഓർമ്മകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബാല്യങ്ങളുടെ അനുസ്മരണങ്ങളുണ്ട്. കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ ഇദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് സാഹിത്യത്തിൻ്റെ അഭിരുചിയുള്ളവർക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ തെല്ലൊന്ന് റെഫറൻസ് പോയിൻ്റോടുകൂടിയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മറ്റു പുസ്തകങ്ങളുടെ പരന്ന വായനയുള്ള ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. കാരണം ചില എഴുത്തുകാരെയൊക്കെ സാധാരണക്കാരന് ചിലപ്പോൾ അത് അദ്ദേഹത്തെ വായിച്ചിട്ടുണ്ടാകണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുമെങ്കിലും വളരെ എളുപ്പത്തിലുള്ള, അല്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ഉപമകളാണ്, അല്ലെങ്കിൽ മറ്റ് കോട്ടിങ്ങുകളാണ് ഈ പുസ്തകത്തിലെ എല്ലാ അധ്യായങ്ങളിലേക്കും ജോസ് സുരേഷ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മഴയുടെ വീട് നമ്മുടെ ജീവിതത്തോടൊത്തിരി ചേർന്ന് നിൽക്കുന്നതാണ്. മഴയുടെ വീട്ടിലെ അതിഥികളായി നാമും ജോസ് സുരേഷിൻ്റെ കൂടെയുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നീട് പുസ്തകത്തിൻ്റെ മറ്റ് അധ്യായങ്ങളിലേക്ക് കടക്കുമ്പോഴും നാം കണ്ടുമുട്ടുന്നത് ഇപ്രകാരമുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ്. തത്വചിന്തയുടെ, സാഹിത്യത്തിൻ്റെ നല്ല ചില ഉപമകൾ. അദ്ദേഹത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ ഇപ്രകാരമാണ്: മനുഷ്യനെന്ന നിലയിൽ ക്രിസ്തു പറയുന്നത് എന്താണ്? സത്യത്തിൽ അങ്ങനെ നാം ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യനെന്ന നിലയിൽ എന്താണ് പലപ്പോഴും നമ്മോട് ക്രിസ്തു പറയുന്നത്? അവനും ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ആ മനുഷ്യനെന്ന നിലയിൽ എന്താണ് ക്രിസ്തുവിൻ്റെ ഭാഷ്യം? ചിലപ്പോൾ ശല്യപ്പെടുത്തുന്ന ഒരു നോട്ടം കൊണ്ട്, മറ്റു ചിലപ്പോൾ കവിളത്ത് അമർത്തിയുള്ള ചുംബനം തന്നുകൊണ്ട്. ഇങ്ങനെ ക്രിസ്തു നമ്മെ എങ്ങനെയാണ് തൊട്ടു സുഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ജോസ് സുരേഷ് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന 2 വാചകങ്ങളാണ്. ചിലപ്പോൾ ശല്യപ്പെടുത്തുന്ന ഒരു നോട്ടം കൊണ്ട്, മറ്റു ചിലപ്പോൾ കവിളത്ത് അമർത്തിയുള്ള ചുംബനം തന്നുകൊണ്ട്. ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, മറ്റു പലരും നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ചില നോട്ടങ്ങൾ, മറ്റു പലരും നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ചില സ്പർശനങ്ങൾ, ഇത് ക്രിസ്തുവിൻ്റെ സ്പർശനങ്ങളല്ലേ? ഇത് ക്രിസ്തു നമ്മോട് സംസാരിക്കുന്നതല്ലേ? അവൻ്റെ നോട്ടമല്ലേ? അവൻ്റെ സ്പർശനമല്ലേ? എന്നൊക്കെ ചിന്തിച്ചെടുക്കുമ്പോൾ, വായിച്ചെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ലാവണ്യമുള്ളതായി മാറുകയാണ്. ജോസ് സുരേഷ് പറയാൻ ഉദ്ദേശിച്ചതും ഇതുതന്നെയാവണം. അങ്ങനെ ജീവിതത്തോട് തൊട്ടു നിൽക്കുന്ന
അനേകം വരികളുടെ ഒരു സമാഹാരം തന്നെയാണ് മഴയുടെ വീട്. ക്രിസ്തുവിൻ്റെ ജീവിതം എപ്രകാരമായിരുന്നുവെന്ന് ഇതിൽ പലവട്ടം പറഞ്ഞു പോകുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പല ഉപമകളിലൂടെ, അവൻ കടന്നുപോയ വഴികളിലൂടെ, അവൻ്റെ സംസാരത്തിലൂടെ, പെരുമാറ്റത്തിലൂടെയൊക്കെ എപ്രകാരമാണ് അവൻ വ്യത്യസ്തനായി നിന്നത് എന്ന് ജോസ് സുരേഷ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. അങ്ങനെ വരുമ്പോൾ സുവിശേഷത്തിൻ്റെ മറ്റു വ്യാഖ്യാനങ്ങളൊക്കെ നാം ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു വേറിട്ട വ്യാഖ്യാനമായി തന്നെ മഴയുടെ വീട് മാറുകയാണ്. പുതുമയുള്ള വ്യാഖ്യാനങ്ങൾ, അല്ലെങ്കിൽ ആഴമുള്ള വ്യാഖ്യാനങ്ങൾ. അതൊരു പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ മുഴുവനായിട്ടും വ്യാഖ്യാനിച്ചു പോവുകയല്ല, മറിച്ച് സാഹചര്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട്, ജീവിതത്തിൻ്റെ അവസ്ഥകളോട്, അനുഭവങ്ങളോടൊക്കെ കൂറ് പുലർത്തിക്കൊണ്ട്, അതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട്, ഓർമ്മകളുടെ അകമ്പടിയോടെയാണ് ജോസ് സുരേഷ് നമുക്ക് മുമ്പിൽ ഇപ്രകാരമുള്ള ഈ വ്യാഖ്യാനങ്ങൾ തരുന്നത്. അത് ക്രിസ്തുവിനെക്കുറിച്ചായാലും മനുഷ്യനെക്കുറിച്ചായാലും. അവസാനത്തെ അധ്യായമാണ് മഴയുടെ വീട്. ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ വാചകങ്ങൾ ഇപ്രകാരമാണ്. അത് മഴയുടെ വീടിൻ്റെ അവസാനത്തെ വാചകങ്ങളാണ്. എന്തിനേയും സമ്മാനമായും സൗജന്യമായും സ്വീകരിക്കുവാൻ കഴിവുള്ളവൻ ദരിദ്രനാണ്. എത്ര മടുത്താലും അവർ ദൈവത്തെ ഉപേക്ഷിക്കില്ല. കാരണം അവനും ഒരു സമ്മാനമാണ്, ഒരു പ്രശ്നം പിടിച്ച സമ്മാനം. ഞാൻ എൻ്റെ ദാരിദ്ര്യത്തോട് ക്ഷമ ചോദിക്കുന്നു. ഇടയ്ക്കിടെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ തീരെ പരിചയം ഭാവിക്കാതെ നടന്നു പോകുന്നതിന്. മഴയുടെ വീട് എന്നുള്ള പുസ്തകം ഇങ്ങനെ തീരുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായമായ മഴയുടെ വീട് എന്ന അധ്യായം ഓർമ്മകൾ കൊണ്ട് സമ്പുഷ്ടമാണ്. ബാല്യകാല സ്മരണകൾ കൊണ്ട് നമ്മെ ഒരു വട്ടമെങ്കിലും നമ്മുടെ ബാല്യകാലത്തേക്കും അത് കൊണ്ടുപോകും. നമ്മുടെ ഓർമ്മകളിലേക്കും അത് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകും. കാരണം ഹൃദയം കൊണ്ട് എഴുതിയതാണ് ഈ പുസ്തകവും. അത് ഹൃദയം കൊണ്ടാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്തുന്നത് ഈ അവസാനത്തെ അധ്യായമാണ്. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും, അത് സ്നേഹവും കരുതലും പങ്കുവയ്ക്കലും ഓർമ്മകളും ബാല്യവും എല്ലാം, ദാരിദ്ര്യവും അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അതത്രമാത്രം ഹൃദ്യമായി മാറുകയാണ്. അത് എഴുത്തുകാരൻ്റെ തുറന്ന പറച്ചിലായി നമുക്ക് അനുഭവമായി മാറുകയാണ്. ഈ ഒരു ഏറ്റവും നല്ല പുതുമയുള്ള എഴുത്ത്, അല്ലെങ്കിൽ ഏറ്റവും പുതുമയുള്ള ഒരു വായനാ അനുഭവമാണ് മഴയുടെ വീട് നമുക്ക് തരുന്നത്. ഏതൊരു വായനക്കാരൻ്റെ മനസ്സിലേക്കും അവൻ്റെ ഓർമ്മയിലേക്കും ചേർത്ത് വയ്ക്കാൻ ഈ മഴയുടെ വീടിന് ആകുന്നു എന്നതാണ് ജോസ് സുരേഷ് എന്ന എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ വിജയം. അങ്ങനെയാവുമ്പോൾ സാധാരണക്കാരായ എല്ലാ വായനക്കാർക്കും ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന ചില അക്ഷരക്കൂട്ടുകളാണ് മഴയുടെ വീട്. മഴയുടെ വീട്ടിൽ കയറി ഇറങ്ങുന്ന ആ ഒരു അനുഭവം നമ്മുടെ എല്ലാ അനുഭവ തലങ്ങളിലേക്കും, ബാല്യം മുതൽ വാർദ്ധക്യം വരെ എല്ലാ അനുഭവ തലങ്ങളിലേക്കും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത് ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ചേർത്ത് വെച്ച് നമുക്ക് തരുമ്പോൾ, സാഹിത്യവും തത്വശാസ്ത്രവുമായി ചേർത്ത് വെച്ച് തരുമ്പോൾ കൂടുതൽ ഇമ്പമുള്ളതായി മാറുകയാണ്, കൂടുതൽ ലളിതവും ലാവണ്യവുമായി മാറുകയാണ്. അതാണ് മഴയുടെ വീട്.